ഒരു പെൺകുട്ടിയുടെ ഫ്യൂണറൽ നടക്കുന്ന ദിവസം പെട്ടെന്ന് അവളുടെ ശവപ്പെട്ടിക്ക് ഭാരം കൂടുന്നു. ഏകദേശം 6 പേർ ചേർന്ന് ഉയർത്തിയിട്ടും അത് പൊങ്ങുന്നില്ല. കാരണം ഒരു ഡീമൻ ആ ശവപ്പെട്ടിക്ക് മുകളിൽ നിൽക്കുന്നു. പക്ഷെ അവിടെയുള്ള ആർക്കും അതിനെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവളുടെ അച്ഛന് മാത്രം എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയതും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തള്ളിമാറ്റാൻ തുടങ്ങുന്നു. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ആ ഡീമൻ ശവപ്പെട്ടി അതിന്റെ അടുത്തേക്ക് വലിക്കുന്നു. അത് കണ്ട് ഷോക്കായ അവളുടെ അച്ഛൻ അവളുടെ ബോഡിയെ രക്ഷിക്കുന്നതിനായി ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ശവപ്പെട്ടി തകർക്കാൻ തുടങ്ങുന്നു. അത് തകർത്ത് അവളുടെ ബോഡി പുറത്തെടുക്കുമ്പോൾ അവൾ ശ്വാസമെടുക്കുന്നത് പോലെ തോന്നുന്നു. അടുത്ത നിമിഷം തന്നെ അച്ഛൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങിയതും അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നു. അപ്പോൾ നടന്ന പിടിവലിക്കിടയിൽ അവളുടെ ബോഡി തറയിൽ വീഴുന്നു. അപ്പോൾ അവൾക്ക് എക്സോസിസം ചെയ്ത പ്രീസ്റ്റ് ആ ഡീമനെ ഓടിക്കാനുള്ള മന്ത്രങ്ങൾ പറയാൻ തുടങ്ങുന്നു. അതേസമയം ആളുകളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന അവളുടെ അച്ഛൻ അറിയാതെ ആ പ്രീസ്റ്റിനെ തള്ളുന്നു. നോക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ അവളുടെ ബോഡി മുകളിലേക്ക് പൊങ്ങിപ്പോകാൻ തുടങ്ങുന്നു. അത് കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഷോക്കാവുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ഡീമൻ മുകളിൽ നിന്ന് അവളുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നു. ഉടനെ പ്രീസ്റ്റ് വീണ്ടും മന്ത്രം ചൊല്ലാൻ തുടങ്ങിയതും ആ ഡീമൻ അവളുടെ ബോഡി താഴേക്കിടുന്നു. അവളുടെ അച്ഛൻ അവളെ പിടിക്കാനായി വേഗത്തിൽ ഓടുന്നു. നോക്കുമ്പോൾ താഴേക്ക് വന്ന ബോഡി ഞൊടിയിടയിൽ കാണാതാവുന്നു. അവിടെ ഉണ്ടായിരുന്ന ആർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതേസമയം അവളുടെ അച്ഛൻ പ്രതീക്ഷ കൈവിടാതെ എല്ലായിടത്തും അവളെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഏകദേശം 3 ദിവസമായി അവർ അവൾക്ക് എക്സോസിസം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ബോഡിയിൽ ഡീമൻ കയറിയിരുന്നെങ്കിലും അവളുടെ ആത്മാവിന്റെ ചെറിയൊരു അംശം അവളുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുന്നു. അവസാനം അവളെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. പക്ഷെ അദ്ദേഹം അവളെ തൊടാൻ ശ്രമിച്ചതും അടുത്ത നിമിഷം തന്നെ ആ ഡീമൻ അദ്ദേഹത്തെ ദൂരേക്ക് എറിയുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ആ പ്രീസ്റ്റും വരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് വീണ്ടും മന്ത്രങ്ങൾ പറയാൻ തുടങ്ങുന്നു. പക്ഷെ ആ ഡീമൻ അവർ വിചാരിച്ചതിനേക്കാൾ സ്ട്രോങ് ആണ്. അവർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ആ ഡീമൻ നിനക്ക് നിന്റെ മകളുടെ ആത്മാവ് വേണമെങ്കിൽ എനിക്ക് വേറൊരു ബോഡി വേണമെന്നുള്ള ഡിമാൻഡ് വെക്കുന്നു. ഉടനെ അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ ബോഡി കൊടുത്ത് മകളെ രക്ഷിക്കുന്നു.